Hi my dear ones, welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 7. ബിഫോർ ഇഷ്യൂയിങ് എ പ്രൊഹിബിഷൻ ഓർഡർ, who must be given a chance to raise objections? Answer, the chief executive. ഇത് ശരിക്കും ഈ പ്രൊഹിബിഷൻ ഓർഡർ രജിസ്ട്രാർ ഇറക്കുന്നുണ്ടല്ലോ. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ അംഗത്വം എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതിൽ നിന്നും ആ ബാങ്കിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപ് അതിൻ്റെ കാര്യകാരണങ്ങൾ വിവരിക്കാനായിട്ട് ചീഫ് എക്സിക്യൂട്ടീവിന് ഒരു ചാൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഈ പ്രൊഹിബിഷൻ ഓർഡർ പുറപ്പെടുവിച്ച് കഴിഞ്ഞിട്ട് എന്നാണ്. ശരിക്കും ആ പ്രൊഹിബിഷൻ ഓർഡർ പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ചീഫ് എക്സിക്യൂട്ടീവിന് ഒരു ചാൻസ് കൊടുക്കുന്നുണ്ട് കാര്യകാരണങ്ങൾ വിവരിക്കാൻ എന്നാണ്. അത് അങ്ങനെ ഓർക്കണം കേട്ടോ. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺസോർട്ടിയം ലെൻഡിങ് സ്കീമിനെ കുറിച്ചാണ് പഠിച്ചത്, സെക്ഷൻ 57C. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. What is the name of the scheme mentioned in section 57C? Answer, Consortium Lending Scheme. ഈ സെക്ഷൻ 57Cയിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ്, ആ സ്കീമിൻ്റെ പേരെന്താണ് എന്നാണ്. അത് കൺസോർട്ടിയം ലെൻഡിങ് സ്കീം എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ മേ ഫ്രെയിം ദ കൺസോർട്ടിയം ലെൻഡിങ് സ്കീം? ആൻസർ, ദ ഗവൺമെൻറ്. ഈ കൺസോർട്ടിയം ലെൻഡിങ് സ്കീം അത് കൊണ്ടുവന്നിരിക്കുന്നത് ആരാണ്? ഹൂ ഫ്രെയിംഡ് ദ കൺസോർട്ടിയം ലെൻഡിങ് സ്കീം. അത് ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു സ്കീമാണ് കൺസോർട്ടിയം ലെൻഡിങ് സ്കീം. ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ കൺസോർട്ടിയം ലെൻഡിങ് സ്കീം? ആൻസർ, ടു പ്രൊവൈഡ് ലോൺസ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ഈ കൺസോർട്ടിയം ലെൻഡിങ് സ്കീമിൻ്റെ പർപ്പസ് എന്താണ്, ഉദ്ദേശം എന്താണ്? അത് പ്രൊവൈഡ് ലോൺസ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഗ്രാമത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ, അത് ബ്രിഡ്ജ് ആവാം, റോഡാവാം, അങ്ങനെ ഓരോ ഇതിലേക്കും ലോൺ കൊടുക്കുകയും അതുവഴി നമുക്ക് ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഫണ്ട് കൊടുക്കുന്ന ഒരു സ്കീമാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് കൺസോർട്ടിയം ലെൻഡിങ് സ്കീമിൻ്റെ ഉദ്ദേശം അതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ടു whom are the loans provided under the consortium lending scheme? Answer, to societies, local authorities, development authorities or similar institutions. എന്താണ് ഇങ്ങനെ കൺസോർട്ടിയം ലെൻഡിങ് സ്കീം പ്രകാരം ലോൺ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അത് ആർക്കൊക്കെ കൊടുക്കുന്നു? അങ്ങനെ അത് സൊസൈറ്റികൾക്ക് കൊടുക്കുന്നുണ്ട്, ലോക്കൽ അതോറിറ്റീസിന് കൊടുക്കുന്നുണ്ട്, ഡെവലപ്മെൻറ്റ് അതോറിറ്റീസിന് കൊടുക്കുന്നുണ്ട്. അതുപോലെയുള്ള, അതായത് ഒരു സ്ഥലത്ത്, ഒരു ഗ്രാമത്തിലാകാം അല്ലെങ്കിൽ ഒരു ഏരിയയിലാകാം, അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആരാണോ അതിനെ ഏറ്റെടുക്കുന്നത് അവർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്ത് അവിടെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്കീം വഴി ലോൺ കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ഓൺ വാട്ട് ഗ്യാരണ്ടി ആർ ലോൺസ് പ്രൊവൈഡഡ് അണ്ടർ ദിസ് സ്കീം? ആൻസർ, ഓൺ ഗവൺമെൻറ് ഗ്യാരണ്ടി. ഇവിടെ ഈ ലോൺ കൊടുക്കുന്നത് ഈ സ്കീം പ്രകാരം, കൺസോർട്ടിയം ലെൻഡിങ് സ്കീം പ്രകാരം ലോൺ കൊടുക്കുന്നതിന് ഗ്യാരണ്ടി നിൽക്കുന്നത് ആരാണ്? അത് ഗവൺമെൻറ് ഗ്യാരണ്ടിയോട് കൂടിയാണ് ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ സ്പെസിഫൈസ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ സ്കീം? ആൻസർ, ദ ഗവൺമെൻറ് ഇൻ ദ സഡ് സ്കീം. ഈ സ്കീമിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആരാണ് പറയുന്നത്? അത് ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന സ്കീമാണ്. അപ്പോൾ ആ സ്കീമിനകത്ത് അതിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടാവും. ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന സ്കീമാണ്. അപ്പോൾ ഗവൺമെൻറ് ഈ സ്കീമിൽ കൂടി പറയും ഇത് എങ്ങനെയാണ് കൊടുക്കുന്നത്, അതെങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണം, എല്ലാം ഈ സ്കീമിനകത്ത് പറഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. സെക്ഷൻ 57D കോഓപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം. അടുത്തതായിട്ട് പറയുന്ന ഒരു സ്കീമാണ് കോഓപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം. അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 57D. എന്താണെന്ന് നോക്കാം. സെക്ഷൻ 57D subsection 1. The government may, by notification in the Gazette, frame a scheme to be called the Cooperative Risk Fund Scheme for the establishment of a fund for meeting the loan liability of those members who have availed loans from the cooperative societies and died within the repayment period of such loans. എന്താണ് ഇവിടെ പറയുന്നത്? സെക്ഷൻ 57D സബ്സെക്ഷൻ 1 പറയുന്നു, മറ്റ് സ്കീമുകൾ പോലെ ഇതും ഗവൺമെൻറ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കി കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്കീമാണ് കോഓപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും മെമ്പേഴ്സിന് ലോൺ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന ലോൺ അടച്ചു തീരുന്നതിന് മുൻപായിട്ട് ആ മെമ്പർ മരിച്ചു പോയി എന്ന് വിചാരിച്ചോളൂ. അങ്ങനെ ആകുമ്പോൾ സൊസൈറ്റിക്ക് ക്യാഷ് കിട്ടത്തുമില്ല. അവരുടെ ബാക്കിയുള്ള മെമ്പേഴ്സിന്, വീട്ടിലുള്ള മറ്റ് അംഗങ്ങൾക്ക് ഇത് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ ഇത് ഒരു വലിയ ബുദ്ധിമുട്ടാകും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ഫണ്ടിൽ നിന്നും എടുത്തിട്ടാണ് ഇത് റീപേ ചെയ്യുന്നത്. അതിന് അവർ എലിജിബിൾ ആണെങ്കിൽ ഈ കോഓപ്പറേറ്റീവ് റിസ്ക് ഫണ്ടിൽ നിന്നും ഫണ്ട് ഉപയോഗിച്ച് ആ ലോൺ ക്ലോസ് ചെയ്യാനുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നെക്സ്റ്റ് സെക്ഷൻ 57D subsection 2. The types of societies and the types of loans covered by the scheme, the rate and manner of contribution towards the fund by the societies, the manner of administration and the utilization of the fund, and the maintenance of books of accounts in respect of the fund, and its audit shall be such as may be specified in the scheme. ഈ സ്കീമിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നാണ് സെക്ഷൻ 57D സബ്സെക്ഷൻ 2 പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഏത് തരത്തിലുള്ള സൊസൈറ്റികൾക്കാണ് ഈ റിസ്ക് ഫണ്ട് സ്കീമിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ലോൺസിനാണ് കിട്ടുന്നത്, അതുപോലെ റേറ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ എത്രയാണ്, ഓരോ സൊസൈറ്റികളും എത്രമാത്രം എമൗണ്ട് വെച്ചാണ് ഈ സ്കീമിലേക്ക് ഫണ്ട് കൊടുക്കേണ്ടത്, അതിനെക്കുറിച്ച് പറയുന്നു. അതുപോലെ അതിൻ്റെ മാനേജ്മെൻറ്റ്, ഈ ഫണ്ട് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണം, അതിൻ്റെ ഉപയോഗങ്ങൾ, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഈ ഫണ്ടിൻ്റെ കറക്റ്റായിട്ടുള്ള അക്കൗണ്ട്സിനെ കുറിച്ച്, കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് ഈ സ്കീമിൽ പറയുന്നുണ്ട്. അതുപോലെ ഈ ഫണ്ടിൻ്റെ ഓഡിറ്റ് നടത്തുന്നതിനെക്കുറിച്ചും ഈ സ്കീമിൽ പറയുന്നുണ്ട്. അങ്ങനെ ആ ഫണ്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, എല്ലാ കാര്യങ്ങളും ഈ സ്കീമിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് സെക്ഷൻ 57D സബ്സെക്ഷൻ 2 പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആക്കിയിരിക്കുന്നത് നോക്കാം. സെക്ഷൻ 57D കോഓപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം. അതോറിറ്റി ഗവൺമെൻറ് may notify the scheme via Gazette. Purpose: create a fund to cover loan liabilities. Beneficiaries: members of cooperative societies. Condition: applies if the member dies during the loan repayment period. Next, section 57D subsection 2. Societies and loans. Scheme will specify which type of societies and loans are covered. Fund contribution. Rate and method of contribution by societies will be defined in the scheme. Fund administration. Scheme will outline how the fund is managed and used. Accounts and audit. Rules for maintaining accounts and auditing the fund will be included in the scheme. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ലാസ്റ്റ് ഡിസ്ട്രിക്ട് ഫോംഡ് ഇൻ കേരള. ആൻസർ കാസർഗോഡ്. നെക്സ്റ്റ്,
one word of one who has much influence. Answer, begun. ഞാനിത് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നപ്പോൾ തിരിച്ചാണ് കേട്ടോ. വൺ വേർഡ് ഓഫ് ബിഗൺ എന്നാണ് ഇട്ടിരുന്നത്. സോറി. അത് ശരിക്കും അധികാരവും ഇൻഫ്ലുവൻസും ഒക്കെ കൂടുതലുള്ള ആളെ എന്താണ് പറയുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ വൺ വേർഡാണ് ബിഗൺ എന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് ദി കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദ ഗിവൺ വൺ ദാറ്റ് വിൽ കംപ്ലീറ്റ് ദ സീരീസ്. ABC, FGH, LMN ആൻഡ് ഡാഷ്. ആൻസർ STU ആണ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്ന ലെറ്ററുകൾ ഏതൊക്കെയാണെന്നാണ്. അതെങ്ങനെയാണ് കിട്ടിയേക്കുന്നത്? ABC കഴിഞ്ഞാൽ Dയും Eയും 2 ലെറ്റേഴ്സ് കഴിഞ്ഞാൽ തുടങ്ങുന്നത് F ആണ്. അതാണ് അടുത്തത്. ഇനി അതിൻ്റെ ലാസ്റ്റ് ലെറ്ററായ H കഴിഞ്ഞിട്ട് I, J, K 3 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് L തുടങ്ങുന്നത്. അടുത്തത് N കഴിഞ്ഞിട്ട് O, P, Q, R 4 ലെറ്റേഴ്സ് കഴിഞ്ഞാലാണ് S സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ S കഴിഞ്ഞിട്ടുള്ള Tയും Uവും കൂടി ആഡ് ചെയ്യുക. അതാണ് ആൻസർ. Now your turn to answer. Question number 1. What is the chemical name of salt? Next, meaning of lucrative. Next, if lemon is written as OVNLM, how can melon be written in the same way? Leave your answer in the comment box and stay tuned for the next episode. Thank you.